+1 എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നോക്കൂ, ചില ചോദ്യങ്ങൾ എങ്ങനെ വരും, എന്താണ് നിങ്ങൾക്ക് വരിക എന്നൊക്കെ പറയാൻ വേണ്ടി ചെറിയ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതൊരിക്കലും നേരത്തെ കണ്ടു നിങ്ങൾ പ്രഡിക്ഷൻ അല്ല കേട്ടോ, ഒരിക്കലും മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നാൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ്, ഞാൻ മുൻവിധിയോടെ പറയാണ്. എന്തിന്റെ ബലത്തിലാണ് പറയുന്നതെന്ന് അറിയാം മക്കൾക്ക്? കഴിഞ്ഞ കൊല്ലം വന്ന ചില ചോദ്യങ്ങളും ആവർത്തിച്ചു വന്നവയും അതിൽ നിന്നും നിങ്ങൾക്ക് സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഈ പറയുന്നതിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് പ്രഡിക്റ്റഡ് വീഡിയോ എന്നൊന്നും ഇതിനെ നിങ്ങൾ വിളിക്കുകയേ ചെയ്യരുത്. സാറ് വരാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ പറയുന്നു. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിന് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്ത് പഠിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നോക്കൂ, നിങ്ങൾ കഥാനിരൂപണം എന്ന് പറഞ്ഞിട്ട് 6 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. 6 മാർക്കിന്റെയോ 8 മാർക്കിന്റെയോ ഒരു ചോദ്യം നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാകുന്ന ചോദ്യമാണ് ഏതാ? കഥാനിരൂപണം. കഥാനിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യമേ എന്ന് പറയാം. നിങ്ങൾ പഠിച്ചതോ വായിച്ചതുമായ കഥയെ നിങ്ങളുടേതായ രീതിയിൽ നിരൂപണം ചെയ്യുക. അങ്ങനെ നിരൂപണം ചെയ്യുമ്പോൾ എഴുത്തുകാരനെ കുറിച്ചുള്ള സൂചന കൊടുക്കണം. കഥയുടെ സമ്മറി ഉണ്ടാവണം. ആ കഥയിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും എന്താ പറയാ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുന്നുണ്ട്, അതും കൂടെ പറഞ്ഞതിന് ശേഷം ആ കഥ എങ്ങനെ ഏത് കാലഘട്ടത്തോട് സംസാരിക്കുന്നു എന്ന് കൂടെ പറയുക. ഇങ്ങനെ 3 ഘട്ടങ്ങളാക്കിയിട്ടാണ് നിങ്ങൾ കഥാ നിരൂപണം തയ്യാറാക്കേണ്ടത്. അതിൽ ഇൻട്രൊഡക്ഷൻ, എഴുത്തുകാരനെ കുറിച്ചും തന്നിരിക്കുന്ന കഥയെ കുറിച്ചുമുള്ള വ്യക്തമായ സൂചന എഴുതണം എന്നുള്ളത് മറന്നു പോകരുത്. ഇതാണ് കഥാ നിരൂപണം എന്ന് പറഞ്ഞാൽ എന്ത്? 6 മാർക്കിന്റെ ചോദ്യമാണ്. നോക്കൂ, നിങ്ങൾ കഥാനിരൂപണം എന്നുള്ള സെക്ഷനിൽ ഏത് വർഷം 2024 വന്നൊരു ചോദ്യമാണ്. മാതൃവാത്സല്യത്തിന്റെ കഥയാണ് ശസ്ത്രക്രിയ, കഥ പരിശോധിച്ച് നിരൂപണം തയ്യാറാക്കുക. അതേ സ്ഥാനത്ത് 2021 വന്ന് നോക്കൂ, വാസനാവികൃതിയുടെ രചനാപരമായ പ്രത്യേകതകൾ ചിലത് ചുവടെ തന്നിരിക്കുന്നു. ഈ ചർച്ച ചെയ്ത് കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. സ്വന്തം നോക്കൂ, പഴഞ്ചൊല്ലുകളും ശൈലികളും സ്വന്തം കഥ പറയുന്ന രീതിയിലുള്ള അവതരണം. അപ്പൊ ഈ 2 കഥകൾ എന്തുകൊണ്ടാണ്? ശസ്ത്രക്രിയ എന്ന് പറയുന്നത് KP രാമൻ ഉണ്ണിയുടെ ആധുനിക കഥയാണ്, ആധുനിക പ്രവണതയുള്ള ഒരു ആധുനിക കഥയാണ്. വാസനാവികൃതിയോ മലയാളത്തിന്റെ ചെറുകഥാ സാഹിത്യത്തിലെ ആദ്യത്തെ കൃതിയാണ്. ഇത് 2 ആവർത്തിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ ഇതിന് 2ന്റെയും സാധ്യത എന്താണ്? ഈ വർഷം 2021 2024 ആവർത്തിക്കണമെന്നില്ല. പക്ഷെ ഈ ചോദ്യത്തിന് 2നും പ്രത്യേകത, ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള പ്രത്യേകത പറയാൻ കാരണം എന്താണ്? 2ഉം കൊടുത്തിരിക്കുന്നതിലെ പ്രത്യേകതയാണ്. ഒന്ന് 2024 കൊടുത്തിരിക്കുന്നത് ശസ്ത്രക്രിയ എന്ന് പറയുന്ന ആധുനിക സ്വഭാവമുള്ള KP രാമൻ ഉണ്ണിയുടെ ഒരു കഥയാണ്. നിരൂപണം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ ഇത് ഈ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? 2ഉം 2 കാലഘട്ടത്തിനെ കുറിച്ച് വന്ന അതുപോലെ പറയുന്ന ഒരു കഥയില്ല. ലാത്തിയും വെടിയുണ്ടയും ദേവി ബഹൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. പിന്നെ ഓർമ്മയുടെ ഞരമ്പുകൾ എന്ന് പറയുന്നത് വൃദ്ധ എന്ന് പറയുന്ന കഥാപാത്രത്തെയും വൃദ്ധ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ സൂചന. ഒരു കഥയുടെ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട 2 കഥകൾ ഇതാണ്. അപ്പൊ ഇതിന് സാധ്യതയുണ്ട്, മനസ്സിലായ മക്കൾക്ക്? അപ്പം ഇത് 2024 ചോദിച്ച ശസ്ത്രക്രിയയും 21 ചോദിച്ച വാസനാവികൃതിയും 2ഉം 2 തലത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് ഇതിൽ നിന്നാണ് ചോദിക്കാൻ, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായ മക്കൾക്ക്? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മാതൃവാത്സല്യത്തിന്റെ കഥയാണ് ശസ്ത്രക്രിയ എന്നൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഥാനിരൂപണം എന്നൊരു പാർട്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ ചർച്ച ചെയ്യും? അപ്പൊ ഉദാഹരണത്തിന് KP രാമൻ ഉണ്ണിയുടെ മാതൃവാത്സല്യത്തിന്റെ കഥ പറയുന്ന കഥയാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഗർഭപാത്രം മുറിച്ചു മാറ്റേണ്ട ശസ്ത്രക്രിയയുടെ തീയതി നിശ്ചയിച്ചത് മുതൽ അമ്മയിൽ അകാരണമായി കാണുന്ന വാത്സല്യവും അല്ലെങ്കിൽ അകാരണമായി കാണുന്ന പേടിയും വാത്സല്യവും ഒക്കെയാണ് കഥയുടെ ഇതിവൃത്തം. ഇതൊരു ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം കഥയുടെ സമ്മറി നമ്മൾ എഴുതുന്നു. ആ കഥയ്ക്ക് ശേഷം വാർദ്ധക്യത്തോട് അകൽച്ച കാണിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് വാർദ്ധക്യത്തെ ചേർത്ത് പിടിക്കണം, വാർദ്ധക്യത്തിന് ഉള്ള സ്നേഹം, അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹത്തിന് അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഇതാണ് കഥയെ നിരൂപണം ചെയ്യുക എന്ന് പറയുന്നത്.
അപ്പോൾ ഓർത്തു വെക്കണം മക്കള്, നമുക്ക് സാധ്യതയുള്ള, എന്തുകൊണ്ടാണ് ഇത് സാധ്യതയുള്ളതാണെന്ന് പറയാൻ കാരണം രണ്ടും രണ്ട് കാലഘട്ടത്തെ ധ്വനിപ്പിക്കുന്നതാണ്. അതാണ് പ്രധാനം. അതിപ്പോ ഇതിലേതെങ്കിലും ഒന്ന് കഥാനിരൂപണം ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ കഥാനിരൂപണം ചെയ്യുമ്പോൾ എന്തെല്ലാം നമ്മൾ നോക്കണം എന്നുള്ളത് മക്കൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ ഓർത്തു വെക്കുക, 2024 2021 വന്ന 2 ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ ചോദ്യം വരും എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വെറുതെ ഒരു ഗ്യാസ് അടിച്ച് പോവല്ല. നമുക്ക് കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. രണ്ട് കാലഘട്ടത്തെ സൂചിപ്പിച്ച, അങ്ങനെ 2 കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന കഥകൾ നമുക്ക് വേറെ ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായി മക്കൾ ഓർത്ത് വെക്കുക, കഥാനിരൂപണം വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാ. വീണ്ടും ഞാൻ പറയുന്നു, കഥാനിരൂപണം ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ, ഇതാണ് നിങ്ങളുടെ ഇതെങ്കിൽ ഇവിടെ കഥാനിരൂപണം എന്ന് പറഞ്ഞ സൈഡ് ഹെഡിങ് കൊടുക്കാം. പിന്നെയോ ആമുഖം എഴുതണ്ട, ആമുഖം ഇവിടെ ഉണ്ടായാൽ മതി. ആമുഖം എഴുതാൻ മറക്കരുത്. ആമുഖം എഴുതണം. ആമുഖം എഴുത്തുകാരനെ കുറിച്ചും നിങ്ങളുടെ കഥയെക്കുറിച്ചുമുള്ള സൂചനയായിരിക്കണം. അതിനുശേഷം കഥയുടെ ആശയം സമ്മറി രൂപത്തിൽ എഴുതുക. പിന്നെ ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് വിശേഷം, വാസനാവികൃതി ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സൂചന പഴഞ്ചൊല്ലുകളും ശൈലികളും ഉപയോഗിച്ചും സ്വന്തം കഥ പറയുന്ന രീതിയും, അതൊക്കെ ഒരു ആദ്യകാല ചെറുകഥയുടെ എല്ലാ സ്വഭാവവും നിൽക്കുന്ന കൃതിയാണ് വാസനാവികൃതി. അങ്ങനെ വേണം എന്റെ കുഞ്ഞുമക്കളെ എഴുതാൻ. ഓക്കെയാണ് മക്കളെ? അപ്പൊ മറന്നു പോകരുത്. 6 മാർക്കിന്റെ 8 മാർക്കിന്റെ ഒരു ചോദ്യമാണ് കഥാനിരൂപണം വരാൻ സാധ്യതയുള്ള ഇതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കാരണം ഈ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഓക്കെ മക്കളെ?